നമസ്കാരം. പാർലമെന്റിലെ വർഷകാല സമ്മേളനം ഈ വരുന്ന തിങ്കളാഴ്ച തുടങ്ങാൻ പോവാണ് പാർലമെന്റിൽ. പക്ഷേ എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന സുപ്രധാനമായ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്രാവശ്യം BJPക്ക് പല കാര്യങ്ങളും പാർലമെന്റിൽ അവതരിപ്പിക്കാനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ് ഡീലിമിറ്റേഷൻ ബില്ലുമായി ബന്ധപ്പെട്ട് BJP എത്തരത്തിലൊക്കെയാണ് പാർലമെന്റിൽ അവസാനം മുട്ടുമടക്കിയത് എന്നുള്ള പല കാര്യങ്ങളും. കാരണം BJPയുടെ പ്രധാന സ്ത്രീ സംരക്ഷണ ബില്ല് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്ത്രീകൾക്കുള്ള റിസർവേഷൻ ബില്ലുമായി ബന്ധപ്പെട്ടിട്ട് ഡീലിമിറ്റേഷൻ ബില്ലിനെ BJP ആദ്യമായി കൊണ്ടുവരുന്നത് എന്തിനെങ്കിൽ പോലും രണ്ടും ഈ പറഞ്ഞ പോലെ ഒന്നിനു മേൽ കൊണ്ടുവന്നപ്പം പലതരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാക്കാൻ BJPക്ക് സാധിച്ചു എന്നുള്ളത് സത്യമാണ്. കാരണം ഈ പറഞ്ഞ പോലെ സ്ത്രീകൾക്കെതിരായിട്ടാണ് ഇന്ത്യ മുന്നണി എന്നുള്ളതും ഇന്ത്യ മുന്നണിയിലെ മുഖ്യ പാർട്ടികളും സ്ത്രീകൾക്കെതിരാണ് എന്നുള്ള തരത്തിലെല്ലാം വലിയ തരത്തിലുള്ള പിന്നെ ചർച്ചകളെല്ലാം പാർലമെന്റിൽ അന്ന് തന്നെ നടന്നതാണ്. എന്തായാലും അതിന് പിന്നിൽ ഡീലിമിറ്റേഷൻ എന്നൊരു സംഭവം ഉണ്ടായിരുന്നു BJPക്ക്. അതെന്തായാലും സാധിച്ചില്ല. പക്ഷേ ഇപ്പം വീണ്ടും പാർലമെന്റിലോട്ട് എത്തുമ്പോൾ BJP ഈ പറഞ്ഞ പോലെ എല്ലാവിധ തയ്യാറെടുപ്പുകളും എടുത്തു കഴിഞ്ഞു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. കാരണം ഒരു വശത്ത് BJP പറഞ്ഞ പോലെ DMK കൂടെ കൂട്ടുന്നുണ്ട്. കാരണം പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി TVK തമിഴ് വെട്രി കഴകം ഈ പറഞ്ഞ പോലെ ഇന്ത്യ മുന്നണിയുമായി ചേർന്നു എന്നുള്ളതും ഇന്ത്യ മുന്നണിയുടെ ഔദ്യോഗിക മീറ്റിങ്ങിൽ വരെ TVKൻ്റെ പ്രതിനിധികൾ പങ്കെടുത്തു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വന്നായിരുന്നു. മാത്രമല്ല പെട്ടെന്ന് കോൺഗ്രസ് രാത്രിക്ക് രാത്രി കൂറുമാറി ഈ പറഞ്ഞ പോലെ TVKയുമായും ഭരണം ആരുടെ കൂടെയാണ് അവരുടെ കൂടെ ചാടുന്ന പ്രക്രിയയാണ് ഉള്ളത് എന്നുള്ളതും അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ നമ്പാൻ പാടില്ല എന്നുള്ളതും ഔദ്യോഗികമായി തന്നെ ഈ പറഞ്ഞ പോലെ DMK ദ്രാവിഡ മുന്നേറ്റ കഴകം ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയെ പലപ്പോഴും എൻ്റെ സഹോദരൻ, രാഹുൽ ഗാന്ധി തിരിച്ചും എൻ്റെ സഹോദരൻ സ്റ്റാലിനെയും വിശേഷിപ്പിച്ച അതേ പാർട്ടികളാണ് പിന്നീട് ആടി ഉലയുന്നത് നമ്മൾ കണ്ടത്. എക്കാലത്തും കോൺഗ്രസിൻ്റെ കൂടെ അടിയുറച്ച് നിന്നൊരു പാർട്ടിയായിരുന്നു DMK. പക്ഷേ തമിഴ്നാട് ഇലക്ഷനിൽ പെട്ടെന്ന് ഭരണം മാറുന്നു, എല്ലാം അപ്രസക്തമാകുന്നു. DMKയും AIDMKയും എല്ലാം ചിത്രത്തിൽ നിന്ന് മാഞ്ഞു പോകുന്നു. 108 സീറ്റ് ഒറ്റക്ക് വരുന്നു. 118 വേണ്ട കേവല ഭൂരിപക്ഷം തികയുന്നില്ല എന്ന പ്രശ്നം മാത്രമേ വരുന്നുള്ളൂ. പിന്നീട് അങ്ങോട്ട് ആദ്യം മുസ്ലിം ലീഗ്, പിന്നീട് അതുപോലെ തന്നെ ആദ്യം കോൺഗ്രസ്, പിന്നീട് മുസ്ലിം ലീഗ്, CPM, CPI, പിന്നെ അങ്ങോട്ട് DMK എന്ന ഒരു വിഭാഗം പിളർന്ന് AIDMK എന്ന വിഭാഗം പിളർന്ന് ഇങ്ങോട്ട് പോകുന്നു. അപ്പം ഇത്തരത്തിൽ TVKക്ക് ഭൂരിപക്ഷം തെളിയിക്കാൻ പറ്റിയെങ്കിലും അവിടെ തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി അല്ലെങ്കിൽ ഏറ്റവും വലിയ സൗത്ത് ഇന്ത്യയുടെ ശബ്ദം പലപ്പോഴും ഈ പറഞ്ഞ പോലെ പാർലമെൻറ്റിൽ ജനസംഖ്യ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൗത്ത് ഇന്ത്യ വളരെയധികം പുറകിലാണ്. കാരണം ഈ പറഞ്ഞ പോലെ അത് കൃത്യമായി കേന്ദ്ര സർക്കാരിൻ്റെ പോളിസികൾ അതേപടി നടപ്പിലാക്കിയതിൻ്റെ പേരിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ളതും അതുകൊണ്ട് തന്നെ സ്റ്റാലിൻ അടക്കമുള്ള പല നേതാക്കന്മാരും അത് അംഗസംഖ്യ കൂട്ടാനുള്ള പല നടപടികളോടും സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കിടക്കണം എന്നുള്ളത് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും പുതിയ സാഹചര്യത്തിൽ ഈ പറഞ്ഞ പോലെ BJPയുമായി അല്ലെങ്കിൽ NDAയുമായി, മോദിയുമായി, അമിത്ഷായുമായി MK സ്റ്റാലിൻ കൈ കൊടുക്കുമോ എന്നുള്ള വലിയ ചോദ്യചിഹ്നം നമ്മൾ കിടക്കുന്നുണ്ട്. എന്തായാലും ഡീലിമിറ്റേഷനെ ബന്ധപ്പെട്ട് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല അംഗീകരിക്കാൻ പറ്റും എന്നുള്ളത്. കാരണം തമിഴ്നാട് സർക്കാരിൻ്റെ അല്ലെങ്കിൽ DMKയുടെ പ്രധാനപ്പെട്ട ഒരു ആരോപണമായിരുന്നു BJP സൗത്ത് ഇന്ത്യയെ ഇല്ലാണ്ടാക്കാൻ നോക്കുന്നു, അവരുടെ പാർലമെൻറ്റിലെ ശക്തിയെ, പവറിനെ ഇല്ലാണ്ടാക്കാൻ നോക്കുന്ന ഒരു പാർട്ടിയാണെന്നുള്ളത്. ഇനി കാലം ഇങ്ങോട്ടെത്തുമ്പോൾ കോൺഗ്രസുമായി തെറ്റിത്തിരിയുമ്പോൾ ഇനി BJPയുടെ കൂടെ നിൽക്കുമെന്നുള്ള വലിയ ചോദ്യചിഹ്നമുണ്ട്. നമ്മളതിൻ്റെ ഹിസ്റ്റോറിക്കൽ പരമായ കാര്യം നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഇവർ തമ്മിൽ അലയൻസ് ആയിരുന്നു. അതുകൊണ്ട് ഇതിൽ വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഒരുപക്ഷെ DMK BJPയിലോട്ട് പോയി കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നാണ് ഞാനും കാണുന്നത്. എന്തായാലും ഒരു വശത്ത് ഇങ്ങനെ, മറുവശത്ത് ഈ പറഞ്ഞ പോലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ 20ഓളം MP രാജിവെച്ചു, BJPയിലോട്ട് ചേർന്ന് കഴിഞ്ഞു. 50ഓളം MLAമാർ അവരാണ് യഥാർത്ഥ TMC തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ കത്ത് കൊടുക്കുന്നു. അത് വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. മമതാ ബാനർജിയുടെ അടിത്തട്ടിൽ മണ്ണ് വരെ ഒലിച്ചു പോകുന്നൊരു സന്ദർഭം ഉണ്ടാകുന്നു. TMC എന്ന് പറഞ്ഞ പാർട്ടിയുടെ അസ്തിത്വം, ആരാണ് യഥാർത്ഥ നേതാവ് എന്നുള്ള തരത്തിലുള്ള ചോദ്യചിഹ്നങ്ങൾ ഉയരുന്നു. അപ്പം ഇതൊരു വശത്ത്. മറുവശത്ത് ഈ പറഞ്ഞ പോലെ ശിവസേന ഉദ്ധവ് താക്കറെയും ഇതേപോലെ വിഭജിച്ചെടുക്കാൻ നോക്കുന്നു. ഓൾറെഡി അവിടെ ഏകനാഥ് ഷിൻഡെ ശിവസേന ഓൾറെഡി ഉണ്ട് പിരിഞ്ഞു പോയതിനു ശേഷം. അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തെയും കൂടെ പിടിക്കാൻ നോക്കുന്നു. മാത്രവുമല്ല മഹാരാഷ്ട്രയിൽ ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചാണക്യൻ എന്നറിയപ്പെടുന്ന ശരത് പവാറിൻ്റെ NCPയെ പോലും രണ്ടായി പിളർത്താൻ അജിത് പവാറിൻ്റെ ഇതിലൂടെ കഴിഞ്ഞു. പക്ഷെ അജിത് പവാർ പിന്നീടൊരു വിമാന ആക്സിഡൻറ്റിൽ മരിക്കുന്നു. എന്നിരുന്നാൽ പോലും ആ പാർട്ടിയെയും ഈ പറഞ്ഞ പോലെ രണ്ടായി വിഭജിച്ചു എന്ന് മാത്രമല്ല, വിഭജിച്ച് ഓൾറെഡി ശിവസേന NCP ശരത് പവാർ വിഭാഗത്തെയും കൂടെ കൂട്ടാൻ BJP കണിഞ്ഞ് ശ്രമിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ BJPക്ക് ഈ വരുന്ന പാർലമെൻറ്റ് വർഷകാല സമ്മേളനത്തിൽ കൃത്യമായി തിങ്കളാഴ്ച ഭൂരിപക്ഷം തെളിയിക്കാൻ പറ്റും എന്നുള്ളതും ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും BJPക്ക് ഒറ്റയടിക്ക് പാസ്സാക്കാൻ പറ്റും എന്നുള്ളതും വലിയ തരത്തിലുള്ള ചോദ്യചിഹ്നങ്ങൾ മുമ്പിൽ കിടക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്തൊക്കെയാണ് BJP പ്രധാനമായിട്ട് നോക്കുന്നതെന്ന് കഴിഞ്ഞാൽ, ഒന്ന് FCRI ബന്ധപ്പെട്ട കാര്യമാണ്.
അപ്പം വിദേശത്തിൽ നിന്ന് ഫണ്ട് വരുന്നവരെ ബന്ധപ്പെട്ടും പല കാര്യങ്ങളിലും ഇനി കൃത്യമായി മോണിറ്ററിങ്ങും കാര്യങ്ങളും കിടക്കുന്നത്. ഇത് ക്രിസ്ത്യൻ സംഘടനകൾ പറയുന്നത് പ്രകാരമാണെങ്കിൽ അവരെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ള പിന്നെ ഒരു അമെൻമെൻ്റ് ആണ് എന്നുള്ളത് കൃത്യമാണ്. ഇത് നോർത്ത് ഇന്ത്യയിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പോവില്ല. കാരണം എനിക്ക് തോന്നുന്നു BJP നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ്. സൗത്ത് ഇന്ത്യയിലോട്ട് വരുമ്പം ഈ പറഞ്ഞ പോലെ ഷോൺ ജോർജും അല്ലെങ്കിൽ അനിൽ ആൻ്റണിയൊക്കെ അഹോരാത്രം അല്ലെങ്കിൽ രാപ്പകലില്ലാതെ BJPക്ക് വേണ്ടി പ്രവർത്തിച്ചത് വെള്ളത്തിലാകും എന്ന് തോന്നുന്നു. കാരണം ഈ പറഞ്ഞ പോലെ ഇത് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികൾ നല്ല ശതമാനം ഇതിനെതിരാകും. ഇത് ആദ്യം വരുന്നത് ഈ വരുന്ന നിയമസഭാ ഇലക്ഷൻ 2026 ഇലക്ഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പ്, ആഴ്ചകൾക്ക് മുമ്പാണ് FCRA ബില്ല് വരുന്നത്. അത് നോർത്ത് ഇന്ത്യയിൽ BJPക്ക് വലിയ തരത്തിലുള്ള ഉപകാരം ഉണ്ടാകും. പക്ഷേ സൗത്ത് ഇന്ത്യയിലോട്ട് വരുമ്പം ഒരിക്കലും BJPക്ക് ഇവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ, അതുകൊണ്ടാണ് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം തന്നെ BJP ഇവിടെ സെറ്റിൽ ചെയ്യുന്നത്. ഇവിടെ മാത്രമല്ല, തമിഴ്നാടായാലും എല്ലായിടത്തും, സൗത്ത് ഇന്ത്യ പ്രത്യേകിച്ച് BJPക്ക് ഇത്തരത്തിലുള്ള സമവാക്യങ്ങൾ നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വീണ്ടും BJP കേരളത്തിൽ ഇത് വലിയ തരത്തിൽ തിരിച്ചടിയാവും. പക്ഷേ ഷോൺ ജോർജിനെ പോലുള്ള നേതാക്കന്മാർ ഇതിനെ ഇനി എങ്ങനെയൊക്കെ ന്യായീകരിച്ച് മുമ്പോട്ട് വരും എന്നുള്ള വലിയ ചോദ്യചിഹ്നം അവിടെ കിടക്കുന്നുണ്ട്. അപ്പം എന്നിരുന്നാൽ പോലും BJP വലിയ തരത്തിലുള്ള പ്രതിസന്ധി BJPക്ക് മുമ്പിൽ കിടക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇതിനി പാസ്സാകുമ്പോൾ, പാസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ മുമ്പ് ഒരു വട്ടം നാണം കെട്ട പോലെ പാർലമെൻറ്റിൽ കൊണ്ടുവരുന്നു, അത് ഇന്ത്യ മുന്നണി ചെറുത്തു നിന്ന് തോൽപ്പിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കറിയാം BJPയുടെ ഏറ്റവും വലിയ ഒന്നായിരുന്നു വൺ നേഷൻ വൺ ഇലക്ഷൻ. 2029 മുമ്പായിട്ട് അത് നടപ്പിലാക്കും എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാ നിയമസാധുതകളും നടപ്പിലാക്കും എന്നുള്ളതും. പിന്നീട് വരുന്ന ഇലക്ഷനുകൾ 2034-35 വരുന്ന ഇലക്ഷനുകൾ കൃത്യമായി അത് പ്രകാരം നടത്തും എന്നുള്ള കാര്യങ്ങളെല്ലാം BJP പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും BJP ഇപ്പം നടക്കുന്ന ഈ ഒരു ട്രയലായിട്ട് തന്നെ ആയിരിക്കും ഞാനിത് കണക്ക് കൂട്ടുന്നത്. കാരണം ഈ FCRA നിയമം, അതേപോലെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം എത്രത്തോളം വേണം എന്നുള്ള കാര്യത്തിലുള്ള നിയമ ഭേദഗതി, പല തരത്തിലുള്ള ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുന്നുണ്ട്. അപ്പം അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഡീലിമിറ്റേഷൻ. അത് കൊണ്ടുവരുമോ ഇല്ലയോ എന്നുള്ള വലിയ ചോദ്യചിഹ്നം കിടക്കുന്നുണ്ട്. അപ്പം എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷകാല പാർലമെൻറ്റ് സമ്മേളനം വലിയ തരത്തിലുള്ള ശ്രദ്ധാകേന്ദ്രമാകുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. BJPക്ക് ഇത് കഴിയുമോ ഇല്ലയോ എന്നുള്ള വലിയ ചോദ്യചിഹ്നം അവിടെ കിടക്കുന്നുണ്ട്. അപ്പം എന്തായാലും അത് നടപ്പിലാക്കാൻ BJPക്ക് കഴിഞ്ഞാൽ അത് നോർത്ത് ഇന്ത്യയിൽ BJPക്ക് വലിയ തരത്തിലുള്ള ഉപകാരം ഉണ്ടാകും. പക്ഷേ സൗത്ത് ഇന്ത്യയിൽ വീണ്ടും BJPയെ തളർച്ചയിലോട്ട് കൊണ്ടുപോകും എന്നുള്ളതും നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും കാര്യങ്ങളുടെ കിടപ്പ് എങ്ങനെയാണ്, BJP ഇനി എങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ളതും, FCRA ബന്ധപ്പെട്ട് കേരളത്തിലെ അത് ക്രിസ്ത്യൻ സംഘടനകൾ ഏതൊക്കെ തരത്തിൽ രംഗത്ത് വരും എന്നുള്ളതും, അനിൽ ആൻ്റണിയുടെയും ഷോൺ ജോർജിൻ്റെയും രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും എന്നുള്ളതും ഒരുപക്ഷെ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിനേക്കാൾ ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് ഷോൺ ജോർജ് എല്ലാം ഇപ്പോൾ BJPക്ക് വേണ്ടി പണിയെടുക്കുന്നത്. കാരണം വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് അദ്ദേഹമാണ് ഡയറക്റ്റ് ഹൈക്കോടതിയിൽ പോകുന്നത്. അപ്പോൾ BJP മറന്നു വെച്ച കാര്യങ്ങൾ അദ്ദേഹമാണ് എടുത്തുകൊണ്ട് പോകുന്നത്. എന്തായാലും ഇത് വലിയ തരത്തിലുള്ള പ്രശ്നത്തിലോട്ട് പോകുന്നുണ്ട്. അത് വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം.